இந்த ஜன்னல் கடை தெரியுமா உங்களுக்கு? ஜன்னல் கடை மயிலாப்பூர்ல ஜன்னல் கடை. ஆஹா, இது வேறயா? ഇത് സാധാരണ ഊരിലപ്പാ. ഹെൽമെറ്റേ വേണ്ട കേട്ടോ ആൾക്കാർ. ഫുള്ള് ഹെൽമെറ്റും ട്രിപ്പിളും. ഇപ്പോൾ പോലീസ് നിന്നാൽ പോലും ഹെൽമെറ്റ് ഒന്നും ഇവിടെ ഒരു ഇഷ്യൂവേ അല്ല. അതിനെപ്പറ്റി ഒരു ധാരണയും ഇവിടെ ആർക്കും ഇല്ല. എല്ലാവരും ഇപ്പോൾ എത്ര ഇതാണെങ്കിൽ പോലും ആരും ഹെൽമെറ്റ് ഒരാൾ ഹെൽമെറ്റ് വെച്ച് പോകുന്നുണ്ട്. ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കുന്നത് വളരെ റെയറാണ്. ട്രിപ്പിൾ ആയിക്കോട്ടെ, ട്രിപ്പിൾ വെച്ച് ഇതാ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവരിതൊക്കെ ആയിട്ട് യൂസ്ഡ് ആണ് കേട്ടോ. നമ്മൾ ഇവിടെ വരുമ്പോഴത്തേക്കും നമ്മുടെ അവിടുത്തെ ഒരു സിസ്റ്റം വെച്ചിട്ട് ഇവിടെ നമ്മുടെ അവിടുത്തെ സിസ്റ്റം ഭയങ്കര അടിപൊളിയാണെന്നല്ല ഞാൻ പറയുന്നത്. എന്നിരുന്നാലും കമ്പാരിറ്റീവ്ലി കുറച്ചുകൂടി ബെറ്ററാണ്. പക്ഷെ ഒരു രസമാണ് കേട്ടോ മൊത്തത്തിൽ. ഇങ്ങനെ ആ ഒരു സിറ്റിയുടെ നടുക്ക് കൂടി പോകാനൊക്കെ ഒരു രസമാണ്. നമ്മൾ ലൊക്കേഷനിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഒന്നുള്ളത് ചെന്നൈയിലാണ്. ചെന്നൈയിൽ മൈലാപ്പൂർ കപാലീശ്വരം ക്ഷേത്രത്തിന് മുമ്പിലാണ്. ഇവിടെ അടുത്തൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്പോട്ട് ഉണ്ടെന്ന് കേട്ടു. ജനൽ കൂടെ മാത്രം സെർവ് ചെയ്യുന്ന ജനൽ കടൈ. അവിടെ പോയി അവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് ട്രൈ ചെയ്യാൻ പോവാണ്. ബാക്കിയുള്ള വിശേഷങ്ങൾ ചെന്ന് കഴിച്ചിട്ട് പറയാം. ഗൈസ്, ആ കാണുന്നതാണ് കപാലീശ്വരം. കാണുന്നുണ്ടോ? ആ കാണുന്നതാണ് കപാലീശ്വരം ടെമ്പിൾ. അവിടെ നിന്ന് ജസ്റ്റ് ഫ്രണ്ടിൽ നിന്ന് ലെഫ്റ്റ് വരുമ്പോൾ തന്നെയാണ്. ലെഫ്റ്റ് വന്നൊരു എനിക്ക് തോന്നുന്നൊരു 50 മീറ്റർ ഉള്ളൂ. 50 മീറ്റർ വരുമ്പോൾ തന്നെയാണ് നമ്മുടെ ജനൽ കടൈ. അത്യാവശ്യം തിരക്കുണ്ട്. എല്ലാവരും ഇവിടെ ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ടോ. ആണ് എന്നാണ് കഴിക്കാറ്? ഭൂരിവട ഇഡ്ഡലി. ഭൂരിവട ഓൺലി. ഇഡ്ഡലി കഴിഞ്ഞിട്ടാ? ഓക്കെ. 2 സെറ്റ് ഭൂരിവട ഈറ്റിംഗ്. ഒരു വട ഇവിടെ വെക്കും. അങ്ങനെ ഇവിടെ ഇഡ്ഡലി ഉണ്ടായിരുന്നു, വേറെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഇതൊന്നും കിട്ടിയില്ല. ആകെ കിട്ടിയത് ഈ പറഞ്ഞ പൂരി വഴിയാണ് കേട്ടോ. അവിടെ ഇവിടെ നിന്നൊക്കെ വണ്ടി വരുന്നുണ്ട്. പൂരിയും വടയാണ്. രാവിലെ നല്ല വിശപ്പുള്ളതുകൊണ്ട് തന്നെ വായിലേക്ക് വെള്ളം വരുന്നുണ്ട്, കൊതി വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഐറ്റംസ്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട്. എന്തായാലും നമുക്ക് ആദ്യം പൂരിയും തുടങ്ങാം. ചൂട് പൂരി കേട്ടോ, ഫ്രഷ് നല്ല ചൂട് പൂരിയാണ്. പൂരി മസാല എന്ന് പറയുന്നത് നമ്മുടെ പൂരി മസാല. ഫ്രഷ് ഫീൽ ഉണ്ട് കേട്ടോ. ഈവൻ വെജ് മസാലയ്ക്കായാലും പൂരിക്കായാലും നല്ല നല്ല ടേസ്റ്റിയാണ്. പൂരി മസാല അടിപൊളിയാണ്. നമുക്ക് വടയുടെ ടെക്സ്ചർ അടിപൊളി കേട്ടോ. പുറത്തൊക്കെ നല്ല ഇതായിട്ട്, ഉള്ളിൽ നല്ല രസമുണ്ട്. ചമ്മന്തി പറ്റി ചട്നി. വട സൂപ്പർ കേട്ടോ. ഞാൻ പൊതുവെ വടയോട് ഭയങ്കര താല്പര്യമുള്ളൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എവിടെ ചെന്നാലും ഈ വടയുണ്ടെങ്കിൽ, ഉഴുന്നോടെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഉഴുന്നോടെ കഴിക്കുന്നൊരു വ്യക്തിയാണ്. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് വട ഇഷ്ടപ്പെട്ടു അല്ലേ. പൂരി എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഞാൻ കൂടുതലൊരു വട പേഴ്സൺ ആയതുകൊണ്ട് ഐ പ്രിഫർ വട. ഓക്കെ. പക്ഷെ പൂരി അടിപൊളിയാണ്. അപ്പോൾ പക്ഷെ എനിക്ക് ഇന്ന് സങ്കടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഡ്ഡലിയുടെ ഒന്നും കഴിക്കാനൊന്നും പറ്റിയില്ല. അങ്ങനെ ஒரு ബുദ്ധിമുട്ടുണ്ട്. எப்போலாம் கோயிலுக்கு வரணும் இங்கே தான் சாப்பிடுவேன். நல்லா இருக்கும், கொஞ்சம் சுத்தமாக இருக்கும். வீட்டில் செஞ்சு கொடுக்கணும், சுத்தமாக இருக்கும். நம்ம வந்து 37 வருஷமாக வண்டி ஓட்டணும். நீங்கள் மயிலாப்பூர் வந்தால் மயிலாப்பூரில் சாப்பிட்டு தான் போகிறோம். கடை வந்து ஸ்டார்ட் பண்ணி 15 to 20 இயர்ஸ் ஆகுது. காலையில் வந்து 8 மணிக்கு ஓப்பன். காலையில் இட்லி பொங்கல் வடை பூரி வந்து 9:45 மேலே பூரி ஆகும். ஈவினிங் வந்து 5 o'clock ஆரம்பம். ஸ்டார்டிங்கில் வந்து போண்டா அல்லது வடை, மிளகாய் பஜ்ஜி, வாழைக்காய் பஜ்ஜி, பிரெட் பஜ்ஜி ஃபஸ்ட்டு போடுவோம். கல் தோசை இட்லி அடுத்தது வரும். ஒரு 7:30 மேலே பொட்டேட்டோ பஜ்ஜி வரும். இதான் மெனு, எப்பயுமே மெனு. சண்டே மட்டும் எக்ஸ்ட்ரா கிச்சடி மட்டும் போடுவோம். ஓகே. 20 இயர்ஸா? 20 இயர்ஸ் ஆகுது. அப்போ ஸ்டார்ட் பண்ணது யாரு? ஸ்டார்ட் பண்ணது எங்கள் தாத்தா. எங்கள் தாத்தாக்கு அப்புறம் எங்கள் அப்பா, எங்கள் அப்பாவுக்கு அப்புறம் நான். ஓகே. நீங்கள் ஒரு பிரதர் கூட இருக்குல்ல? பிரதர் இருக்காரு. ஓகே ஓகே. இது வந்து எங்கள் அம்மா மதர். ஓஹோ.
அம்மா and நீங்க நாங்க வந்து family மட்டும் full-ஆவே ஃபேமிலி பண்றோம். ஃபுல்லா Family இந்த ബിസിനസ് ഉണ്ടായിരുന്നു. ബിസിനസ് പண்றோം. ഓക്കെ. ഇപ്പൊ നമ്മൾ ഫുഡ് കഴിച്ചു കഴിഞ്ഞു. 15 to 20 years ആയി ആ കട സ്റ്റാർട്ട് ചെയ്തിട്ട്. ഇപ്പോൾ ഉള്ള ആളുടെ താത്ത, അതായത് അപ്പൂപ്പൻ, ആളുടെ അച്ഛന്റെ അച്ഛനാണ് ഈ കട സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം ആളുടെ അച്ഛൻ നടത്തി വന്നു. ഇപ്പോൾ ഇവർ 2 മക്കളുണ്ട്. ഇവർ ചേട്ടനും അനിയനും കൂടിയാണ് നടത്തുന്നത്. അമ്മയുണ്ട്. ഇപ്പോൾ അവിടെ പൂരി കുക്ക് ചെയ്തൊക്കെ അമ്മയാണ്. ഗൈസ്, നമ്മൾ ഉള്ള ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട് അണ്ണൻ്റെ കടയുടെ ഒക്കെ കാണിക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഒരു സാധനമൊക്കെ തീർന്നു എന്ന് പറഞ്ഞു, പക്ഷെ സമ്മതിച്ചു. அம்மா இந்த ஸ்டார்டிங்ல இருந்து இங்க இருக்கா? ஆமா, ஆ 35 வருஷமா இங்க இருக்கிறோம். அங்க இருந்தோன்னே அம்மா தான் இங்க. என் மாமனார் தான் ஆரம்பிச்சாரு. ஆஹா. மாமனார் அப்புறம் மாமனாருக்கு அப்புறம் அவங்க அப்பாவுக்கு அப்புறம் எங்க அப்பா கொஞ்சம் உடம்பு முடியல. ஓ. அதனால இப்ப பிள்ளைங்க எடுத்து நடத்துறாங்க, அண்ணனும் தம்பி. ஓஹோ. அம்மா தான் இங்க ஃபுல்லா குக்கிங்கா? ஃபுல் குக்கிங் இல்ல, மாஸ்டர் வருவாரு, பாதி அவங்க தம்பி. இவன் ஆபீஸ் போயிடுவான், இன்னைக்கு லீவுங்கிறதுனால இருக்கான். இப்ப அண்ணதா இல்ல இல்ல? ஆமா. അവരുടെ പരിമിതിയിൽ നിന്നുകൊണ്ട് തന്നെ അവർ ഏറ്റവും നല്ല ഫുഡ് നമ്മളിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. ആൾക്കാർ ഇവിടെ ഞാനിവിടെ ഏകദേശം 9 മണിയോടുകൂടി എത്തി. 9 മണിയായപ്പോഴത്തേക്കും ബാക്കി ഉണ്ടായിരുന്ന ഐറ്റംസ് ഒക്കെ തീർന്നു. എനിക്ക് ആ കിട്ടിയത് പൂരിയും വടയും മാത്രമാണ്. പക്ഷെ കഴിച്ചത് അടിപൊളിയാണ്. പൂരിയും വടയും മസാലയൊക്കെ കഴിച്ചിട്ട് 120 rupees, 120 or 125 സംതിങ്. അപ്പോൾ ആൾ ഇതിന് ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. പക്ഷെ നമുക്കിതൊന്നും കിട്ടിയില്ല. ആകെ ഉണ്ടായിരുന്നത് പൂരി മസാല പ്ലസ് വട, ഇത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് രണ്ടും ട്രൈ ചെയ്തു. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട വർക്ക് ഫീൽ ഉണ്ടായിരുന്നു. നമ്മൾ രാവിലെ കഷ്ടപ്പെട്ട് ഇവിടെ വന്ന് ഇത് കഴിച്ചതിനുള്ളൊരു വർക്ക് ഫീൽ എനിക്ക് കിട്ടി. അതുപോലെ തന്നെ ഭയങ്കര ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ കപാലീശ്വരം ക്ഷേത്രത്തിൽ വരുന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് നിങ്ങൾക്ക് രാവിലെ പോയി ഫുഡ് ട്രൈ ചെയ്യാൻ പറ്റുന്നൊരു സ്പേസ് ആണ്. അതിനകത്തൊരു മാറ്റമില്ല. നിങ്ങൾക്ക് എന്തായാലും ഒരു റിഗ്രറ്റ് ഫീൽ ഇല്ലാതെ ഫുഡ് കഴിച്ച് നിങ്ങൾക്ക് ഹാപ്പി ആകാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ഹാപ്പിയായി. അതുകൊണ്ട് നിങ്ങൾക്കും അങ്ങനെ തന്നെ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. കേട്ടോ, ഇതാണ് നമ്മുടെ കപാലീശ്വരം ടെമ്പിൾ കേട്ടോ. നല്ല തിരക്കുണ്ട് ഇവിടെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ വന്ന് ട്രൈ ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വന്ന് ട്രൈ ചെയ്യുക. ഞാൻ ഡെഫിനറ്റ്ലി സജസ്റ്റ് ചെയ്യും. താങ്ക് യു ഗൈസ്, താങ്ക് യു സോ മച്ച്.